റിലീസായി ഇത്രയും സമയം കൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച്. അതിന് നീതിയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഇപ്പോഴും പക്ഷെ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ അത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ കുറച്ച് നാളും കൂടെ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറെ അധികം നല്ല നല്ല കോമന്റ്സ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെനുവിൻ ആയിട്ടുള്ള കോമന്റ്സ് വരുന്നുണ്ട്. അതിന്റെ താഴെ കോപ്പി പേസ്റ്റ് കോമന്റ്സും വരുന്നുണ്ട്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡാണത്. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇവിടെ എൻറ്റയർ അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള പേടിയിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ആരംഭിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. നോർമലി ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം ഒരു നമ്മൾ ഫിലിം സെറ്റുകളിൽ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് നല്ല എഫേർട്ട് വേണം, നല്ല റിസർച്ച് വേണം. എത്രത്തോളം ടഫായിരുന്നു നിങ്ങളുടെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്? അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അതിന് ശേഷം കിഷ്കിന്ധയ്ക്ക് ശേഷം അമേരിക്കയ്ക്ക് ശേഷം വീണ്ടും ഹിറ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കരിയറിലെ ഏറ്റവും നല്ലൊരു പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. ലെറ്റ്സ് സീ. ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം
മെസ്സേജ് എനിക്കും വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. ഇനിഷ്യലി ഇത് പിച്ച് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞത് മമ്മൂക്കയുടെയാണെന്ന് പറഞ്ഞു. അന്ന് ഇൻപുട്ട് ക്ലൈമാക്സ് ഏരിയയിൽ തന്നെ ഇൻപുട്ട് മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മമ്മൂക്ക തന്നിട്ടുള്ള കഥ കേട്ടോടനെ സ്പാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചിട്ട് അടുത്ത് ഇതൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നു. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്, അവർക്കിടയിൽ നടന്ന സംഭവം. മമ്മൂക്കയുടെ ലൈഫിൽ നടന്ന കഥ സംഭവം അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവാൻ എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ 2025 തുടങ്ങി, ആദ്യത്തെ സിനിമ ഇറങ്ങി, നാളെ ഇനി അടുത്ത ചിത്രം ഇറങ്ങാൻ പോകുന്നു. എനിക്കൊരു ലക്കായിട്ട് തോന്നുന്നുണ്ട്. ലക്കി സ്റ്റാർ തന്നെ വിളിക്കാല്ലേ? ലക്കൊന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്കുണ്ടോന്നല്ല, വർക്കിംഗ് ഫോർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പം പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി, റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്യാരക്ടറിൽ കാണിച്ചത് ഒരുപാട് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗൊക്കെ ഇതേപോലെ ഞാൻ നടിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നടിയാവണം എന്നൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയ ഡയലോഗ്സ് കാണും. ഇതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നാണ് സിനിമയിൽ വന്നു. അതെ അതെ, അത് സത്യമാണ്. അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എൻ്റെ മൈൻഡിൽ പോലും ഒന്നുമില്ല. അതൊന്ന് എൻ്റെ ഒരു പാഷനോ എന്തൊക്കെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റലി എത്തി. അതെ, എന്തോ ആരുടെയൊക്കെ ഭാഗ്യത്തിന് എത്തി. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട്. സയൻസ് ഫിക്ഷൻ മൂവി ഈ വർഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ടിട്ട് സ്ക്രിപ്റ്റ് മാറ്റി വെച്ചത്? സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിലും കുഴിതോണ്ടലും തുടങ്ങിയിട്ട് ഇനി എത്രയും വേഗം ഒരു റോം കോം ചെയ്യുക, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക. രാജുവേട്ടന്റെ കാളിയനൊക്കെ മാറ്റി വെച്ചത് ഒത്തിരി വർഷങ്ങളായിരുന്നു. അതേപോലെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ പോസ്റ്റ്പോൺ ആയിരിക്കുന്ന ഒരു സിനിമയുള്ളൂ, അത് ടിക്കറ്റൊക്കെയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. വെരി സൂൺ. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ, ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണം എന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയാൻ, ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ്. അപ്പം സെറിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നതല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ, ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം
ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അപ്പോൾ 2 വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ട ജോഫിനാണ്. കാരണം കമേഴ്ഷ്യൽ സിനിമയിൽ എനിക്ക് മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ എന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിൽ വിളിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോഫിൻ. പിന്നെ കൂടെ നിന്ന് ആർട്ട് ഡയറക്ടർ ഷാജി നടുവ്. അതായത് ഇത്രയും നമുക്ക് പഴയ കാലഘട്ടമുണ്ട്, പുതിയ കാലഘട്ടമുണ്ട്. ഈ 60 ദിവസത്തിലുള്ള 90 ലൊക്കേഷനാണ് ഞങ്ങൾ കവർ ചെയ്തത്. അപ്പം ഓരോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൊക്കേഷൻ പ്രെപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഹോൾ ടീം ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം. പിന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ബേബി പണിക്കർ, പുള്ളിയായിരുന്നു ഒരു ഡയറക്ടോറിയൽ ടീമിൻ്റെ ഒരു നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യൻ. അതെ. അതേപോലെ കളറിസ്റ്റ് ബിജു പ്രഭാകർ. കാരണം ഞങ്ങൾക്ക് ഈ ഇതിൽ 2 കാലഘട്ടത്തിൽ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് ഫിലിം ലുക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സട്ടിലി അതിനെ കൊണ്ടുവരാൻ സഹായിച്ചത് ബിജുവിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ്. ഇവരെയാണ് ശരിക്കും എടുത്ത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഹോൾ ടീം, ഇത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ലൈക്ക് എല്ലാവരെയും പെർഫോമൻസ് എടുത്ത് പറയണമെന്നില്ല, എനിക്ക് ഓരോ എണ്ണിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ നമ്മൾ മാർക്കറ്റ് ചെയ്തത് തന്നെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോഗ്രപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു പോയിന്റായിരുന്നു. ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോഫിനെപ്പോഴും പറയുന്നത് സിനിമയ്ക്ക് നല്ല സ്പീഡ് വേണം, സ്പീഡ് നരേഷനായിരിക്കണം. ഒരു കൊമേഴ്ഷ്യലി ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നതിന് വളരെ സന്തോഷമുണ്ട്. നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതുപോലെ നല്ല ടെക്നീഷ്യൻസും, അതുപോലെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആർട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മ്യൂസിക്, എല്ലാവരുടെ നല്ല കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് മികച്ച രീതിയിൽ സിനിമയായിട്ട് ഔട്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്ര പറയാനുള്ളത്. നന്ദി. ജോൺ പറഞ്ഞാൽ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ എഡിറ്റർ ഷബീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ സിനിമ കണ്ട് കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച്. സിനിമയ്ക്ക് കുറച്ചും കൂടെ സ്പീഡ് വേണമെന്ന്. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അപ്പൊ അതിൻ്റെതായ സമയമെടുത്ത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുള്ളൂ. നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാഷ്, ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമയെന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നെറേറ്റീവാണ്. അപ്പോൾ ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷമീറിനെ പറ്റി പറയുമ്പോൾ ഷമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിന്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി, ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. സാർ എന്തേലും പറയും. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ആട്ടവും റിലീസായത്. ഇതേ സമയത്ത് അടുത്ത ഒരുപാട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ആർട്ടിന്റെ അവാർഡ് കിട്ടിയത്. അപ്പോ പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ്
ഞാൻ ശരിക്കും മനുഷ്യരുടെ കൂടെ പെർഫോം ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു ക്യാരക്ടറും പറ്റിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആവട്ടെ എന്നാണ് ആഗ്രഹം. ആട്ടത്തില് അതല്ല അതിന്റെ പോയിന്റ്, ഇതുവരെ മനസ്സിലായിരുന്നു. അതായത് ഈ രണ്ട് സിനിമയിൽ ആട്ടമാണെങ്കിലും ഇപ്പൊ രേഖാചിത്രമാണെങ്കിലും സെറിന്റെ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനൊരു ശരി ഉണ്ട്. ആ ശരിക്ക് അവസാനം വരെ കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ജീവിതത്തിൽ കുറെ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് പറ്റുന്നത്ര റിലേറ്റബിൾ ആക്കണം എന്നതാണ്. ബട്ട് രണ്ട് ക്യാരക്ടേഴ്സും അവരുടേതായ ശരിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ബോത്ത് സ്ട്രോങ്, അവരുടേതായ രീതിയിൽ അവർ രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ആട്ടം കണ്ടതിന് ശേഷം ലൈക്ക് എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം ഡയറക്ടറിനുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നല്ല ചോദ്യമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ 2025 ആദ്യത്തെ സിനിമ ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷം. പിന്നെ ആസിഫ കൂടെ അഭിനയിക്കാൻ പറ്റിയാലും അതേപോലെ ജോബി, താങ്ക് യു. ജോബിയാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തു. പിന്നെ പിന്നെ നമ്മുടെ എല്ലാ ടീമും അസോസിയേറ്റ്സ് ആണെങ്കിലും പ്രേമേട്ടനും ആസിഫ് ഇങ്ങനെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഈ സമയത്തൊക്കെ താങ്ക്സ് വേണമെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഇതേപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നും കുറച്ചുകൂടി നല്ല മുമ്പോട്ട് പോകണമെന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ ആസിഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് സിനിമ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ ഇപ്പൊ കുറെ റിവ്യൂസ് വന്നു തുടങ്ങി. ഒരുപാട് പേര് പറയുന്നുണ്ട് അച്ഛനായി. താങ്ക് യു. പിന്നെ അതിനെ പറ്റി കഴിഞ്ഞ ദിവസം ഫാൻസ് മീറ്റിൽ ഇങ്ങനെ ആസിഫ പറയാറുണ്ട്, ഇന്നെ കാണുമ്പോൾ ഒരാൾ പോലും ഷോർട്ട് ഫിലിം അഭിനയിച്ച നായകൻ എന്ന് പറയത്തില്ല, അതിനെ മാറ്റി പറയും, സിനിമയിലെ നായകൻ എന്ന് തന്നെ പറയുന്നത്. കഴിഞ്ഞിട്ട് തന്നെ രേഖയിൽ തന്നെ അത് ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു താമസം വന്ന പോലെ തോന്നി അതേപോലെ ഒരു പണം വരാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട്. കാരണം ഞാൻ രേഖ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു തോന്നി ഇഷ്ടപ്പെടും. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ഷോർട്ട് ഫിലിമിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ആസിഫ് പറഞ്ഞ കമന്റ് ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞ മെസ്സേജ് നടൻ നീ മാറി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന മെസ്സേജുകൾ മൊത്തം അങ്ങനെ വരുന്നത്. പിന്നെ കുറെ റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് ഇപ്പം കുറെ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്ത് തരുന്നുണ്ട്. ആ പറഞ്ഞത് അച്ചോട്ടമായി അത് കറക്റ്റായി എന്ന് പറഞ്ഞിട്ട് അതിലൊരുപാട് സന്തോഷമുണ്ട്. നായിക എന്ത് ചെയ്ത് വലിയ സന്തോഷം. അപ്പോൾ താങ്ക് യു. ഹലോ. ചിത്രത്തിന്റെ നമ്മുടെ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ഈ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിലീസ് ആയി കഴിഞ്ഞിട്ട് പോലും ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ സ്ക്രീനിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആൻഡ് ഈ പ്രോജക്റ്റിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ജോഫിൻ, താങ്ക് യു സോ മച്ച് എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തത്. ഈ കഥ പറഞ്ഞത് എൻ്റെ അടുത്ത് ജോൺ കഥ പറഞ്ഞതുകൊണ്ടാണ്. അതൊക്കെ കേൾക്കാതിട്ടോ. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്, ഐ ലുക്ക് വെരി ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി ആസിഫിന്റെ കൂടെ വർക്ക് ഒത്തിരി ആഗ്രഹിച്ചു. വൺ ഓഫ് ദ ആക്ടർ ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ആസിഫ് ആയിരുന്നു. ഐ കുഡ് വർക്ക് വിത്ത് ആസിഫ്. താങ്ക് യു ആസിഫ്. താങ്ക് യു. അനശ്വര, thank you so much. It was really nice working with you. Very loved being with you. Nice knowing you. ഒന്നിനെ ആകെ ഒറ്റൊരു പ്രാവശ്യം മറ്റേ പറയാല്ലേ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം വെച്ചാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രേഖാചിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് വി വർ സോ ഇൻവോൾവ്. ദിസ് ഇസ് ഹൗ ദിസ് സെറ്റ് വാസ്. ആൻഡ് ദെൻ ലാസ്റ്റിൽ നമ്മുടെ ഈ സിനിമ ഔട്ട് വന്നപ്പോൾ ഇതിന്റെ ഔട്ട് കാണുമ്പോൾ ആൻഡ് ദെൻ ഹൗ പ്രേക്ഷകർ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നല്ലൊരു ലൈക്ക് റിയലി ഹാപ്പി ഫ്രം വിത്തിൻ. താങ്ക് യു സോ മച്ച് ഫോർ എവറിബഡി കമ്മിങ് ഹിയർ ആൻഡ് വാച്ചിങ് ആ സിനിമ. ഐ ഹോപ്പ് ഇപ്പൊ കേൾക്കുവാണെങ്കിൽ താങ്ക് യു. നന്ദി, നമസ്കാരം.
ആസിഫ് ഒരു വട്ടം വന്നപ്പോൾ ഉണ്ടായ ആ ഇൻസിഡന്റിന് ശേഷം മലയാളികൾ എല്ലാവരും ആസിഫയ്ക്ക് ചേർത്ത് നിർത്തി. അതിന് അദ്ദേഹം ആസിഫ് മറുപടി തിരിച്ച് നന്ദി പ്രകടിപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ്. അപ്പോൾ മലയാളികൾ അങ്ങിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനും ആ സ്നേഹത്തിനും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമീഡിയറ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. അടുത്ത് എന്തായാലും ഇത്രയും ലേറ്റ് ആവില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സഞ്ജയ് അവരോടൊപ്പം ഒരു സബ്ജക്റ്റ്, ഐഡന്റിറ്റിയുടെ സംവിധായകൻ അഖിൽ പോളിനൊപ്പം ഒരു സബ്ജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തുടക്കം ജോൺ പോൾ സാറിന്റെ സഫാരിയിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നായിരുന്നു ഈ കഥയുടെ തുടക്കം? അല്ല ആക്ച്വലി ഇതിൽ ജോൺ പോൾ സാർ എന്നെ ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ജോൺ പോൾ സാർ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞു 2018 ഇതിൻ്റെ കഥ വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ തിരക്കഥയുടെ സമയത്ത് 2021 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺ പോൾ സാർ അത് കഥ പറയേണ്ട ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ച് ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺ പോൾ സാറ് ഇതിലൊരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ മറ്റു പലരും വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ തരേണ്ട ഒരു അങ്ങനെയായിരുന്നു ആ എപ്പിസോഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാറ് മരിച്ചു പോയത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺ പോൾ സാറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലേക്ക് എപ്പിസോഡിലേക്ക് മാറ്റിയത്. ഇതിലെ കഥ നടന്നതാണോ അതിലോ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ എങ്ങനെയാണ്? ഇതിലുള്ളത് അത് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയൊരു കഥയാണ്. കാരണം അതിൽ 2 സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. അത് അതിലെ ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ തന്നെ ഇതിനകത്ത് ജഗദീഷേട്ടന്റെ സീൻസുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ജഗദീഷേട്ടന്റെ സീൻസിലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടേ. ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ട്വിസ്റ്റോ അങ്ങനെ ഭയങ്കര ഹൈ മൊമെന്റ്സോ ഒന്നുമുള്ള സിനിമയല്ല. ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ്. അത് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നഷ്ടപ്പെടും. അതെ സിനിമയ്ക്ക് ഏറ്റവും ഇതായിട്ട് മമ്മൂക്കേനോ എല്ലാവരും മമ്മൂട്ടി ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. കമ്പനി എന്ന് പറയല അങ്ങനെ എന്തോ അതിനെപ്പറ്റി നമുക്ക് ശരിക്കും ഞങ്ങൾ ശരിക്കും ആഡിയോ സമീക ഇറങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് അയാളെ മച്ചാനെന്ന് വിളിക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിരുന്നു. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന സിനിമ പ്രതീക്ഷിക്കാൻ പറ്റും. ഞാനും അതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്തോ ഈയിടെയായിട്ട് വരുന്നത് എല്ലാം കുറെ സീരിയസ് പടമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിതാ വിരുന്നിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു
2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറേ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അവർ വന്നോണ്ടിരിക്കും, പക്ഷെ വീണ്ടും ഡിലേ ആണെന്നാണ് പറയുന്നത്. ബ്ലോക്കിംഗ് അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ ചെറിയ മിസ്റ്റേക്കാണ്. ഞാൻ അത് അവരോട് പറയണമായിരുന്നു. അത് അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്തരത്തിലൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ അത് വിട്ടുപോയി. അത് ലാസ്റ്റ് മിനിറ്റിലെ ഒരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ടത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമായി പോയി. അപ്പോൾ ചേച്ചി ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ പേര് സുലേഖാനാണ്. അപ്പോൾ അത് ഞങ്ങളൊരു ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം, അതെ, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവാൻ അത് ഞങ്ങൾ അല്ല ബോഡി കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആസിഫിക്ക് മാത്രം കൈ കുറയുന്നതില്ലാതെ ഓൾറെഡി അത് ചാടി നിൽക്കുന്ന പയ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ശരിക്കും ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണ് അത് സിനിമ. ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ് കുഴിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലക്കെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. അതെ, കുഴിച്ചിട്ടത് കണ്ടെത്തുന്ന സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാം. ജിത്തു ജോസഫിനോട് ചോദിക്കും. ഇല്ല ഇല്ല ഞാനില്ല. റൂമറല്ലേ? ഇല്ല ഞാനില്ല. അത് ഒരു സ്ക്രിപ്റ്റ് ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിലോ സ്വാഭാവികമായിട്ടും ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ടുകൾ. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റൈൻ എന്ന് പറയുന്ന നമ്മുടെ VFX ആർട്ടിസ്റ്റ്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയമെടുത്തു. നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ, കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴുക്കിന് സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഒരു സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബ് ഇല്ല. കിഷ്കിന്താടത്തിന് ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണിത്. ഇനിയുള്ള
കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത് അവൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അവർ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതൊരു സൂചനയാണ്. ഇഷ്ടത്തിനാണ്ട് ഉദ്യോഗായത്വം മുജീബ് ഇല്ല. അങ്ങനെ ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ്. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാണ്. നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഈ 90 അപ്പോൾ പറഞ്ഞ 90 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം 2 മണിക്കൊക്കെ രാത്രി നിർത്തി പിറ്റേ ദിവസം 8 മണിക്കൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും, അതുപോലെ അപ്പൂൻ്റെ ടീമിലെ എല്ലാവരും. എടുത്തു പറയുന്നത് ദേവിചേട്ടൻ, പ്രേമേട്ടൻ, എൻ്റെ ADs ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, അപ്പൂൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അങ്ങനെ ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ പല സമയങ്ങളിലും റെസ്റ്റ് കിട്ടുമെങ്കിലും ഈ ടീമിലൊന്നും, അതുപോലെ സിനിമ യൂണിറ്റ് ചേരാക്കൊന്നും അങ്ങനെ റെസ്റ്റ് കിട്ടില്ല. ഈ 2 മണി പോയാലും പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇവരെല്ലാം എത്തണം. അപ്പം അങ്ങനെ ഒരു ടീമായിട്ട് 60 ദിവസം നിന്നിട്ടാണ്, ഒപ്പം നിന്നുകൊണ്ടാണ് ഈ സിനിമ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റിയത്. അപ്പോൾ അവരോട് എല്ലാവരും നന്ദി ഞാനിപ്പോൾ പറയുന്നു. ടൈറ്റിൽ ജസ്റ്റ് റിവീൽ ചെയ്തേ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് തരാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് വന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം നോക്കാം. ജിത്തു ജോസഫ് സർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യുന്നതാണ് ഇഷ്ടം? അല്ലേ, അങ്ങനെ തന്നെ പോട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്.